തെക്കൻ ലെബനനിൽ ഇസ്രായേലി സേനയുടെ അതിരൂക്ഷമായ ആക്രമണം. ഹിസ്ബുള്ളയ്ക്കെതിരെ ഓരോ ദിവസവും ആക്രമണങ്ങൾ അതിരൂക്ഷമാക്കുകയാണ് ഇസ്രായേലി സേന. ഇസ്രായേലിന്റെ ഡ്രോൺ ആക്രമണത്തിൽ 3 കൊടും ക്രിമിനലുകൾ, കൊടും ഭീകരർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. ഹിസ്ബുള്ളയുടെ പ്രാദേശിക കമാൻഡർ തലവനടക്കമാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസമാണ് ബേക്ക വാലിയിലെ റോഡിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ഒരു കാറിന് നേരെ ഇസ്രായേലിന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നത്. ഈ കാറിൽ സഞ്ചരിച്ചിരുന്ന 3 പേർ ഹിസ്ബുള്ളയുടെ കൊടും ഭീകരന്മാരാണെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു. കൊല്ലപ്പെട്ടവരുടെ പേര് വിവരങ്ങൾ അടക്കമാണ് ഇപ്പോൾ ഇസ്രായേലി സേന ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. കൊല്ലപ്പെട്ട ഒന്നാമൻ അൽ ഹുസൈൻ അൽ മൗസാമിയാണ്. അൽ ഹുസൈൻ അൽ മൗസാമി ഹിസ്ബുള്ളയുടെ ഒരു പ്രധാനപ്പെട്ട പ്രാദേശിക കമാൻഡർ തലവനാണ്. അത് മാത്രവുമല്ല, ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ വാങ്ങുന്നതിനും ഹിസ്ബുള്ളയുടെ ആയുധങ്ങൾ വിതരണം ചെയ്യുന്നതിൻ്റെയും പ്രധാനപ്പെട്ട ഇടനിലക്കാരനാണ് അൽ മൗസാമി. അൽ മൗസാമിയെ നേരത്തെ പലതവണ വധിക്കാൻ ഇസ്രായേലി സേന ശ്രമിച്ചുവെങ്കിലും തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു. ഇപ്പോൾ ബേക്ക വാലിയിലെ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരാൾ പ്രധാനി അൽ മൗസാമിയാണ് എന്ന് ഇസ്രായേലി സേന ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രണ്ടാമന്റെ പേര് മുഹമ്മദ് അൽ സയ്യിദാണ്. മുഹമ്മദ് അൽ സയ്യിദും ഈ പ്രാദേശികമായ ഹിസ്ബുള്ളയുടെ കമാൻഡറാണ്. ഈ മേഖലയിലൊക്കെ ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന വ്യക്തിയാണ്. വടക്കൻ ഇസ്രായേലിന് നേരെ നിരവധി റോക്കറ്റ് ആക്രമണങ്ങളിൽ ചുക്കാൻ പിടിച്ചിട്ടുള്ള വ്യക്തിയാണ് ഈ കൊല്ലപ്പെട്ട മുഹമ്മദ് അൽ സയ്യിദ് എന്ന് ഇസ്രായേൽ സേന ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. കൊല്ലപ്പെട്ട മൂന്നാമന്റെ പേര് അക്രം അറാബിയാണ്. അക്രം അറാബിയ ഒരു ഹിസ്ബുള്ള ഭീകരവാദിയാണെന്നും റെദ്വാൻ ഫോഴ്സിലെ പ്രധാനപ്പെട്ട ഒരു കമാൻഡറാണെന്നും ഇസ്രായേലി സേന വ്യക്തമാക്കുകയും ചെയ്യുന്നു. 3 ഭീകരന്മാരെയും ഈ ഒരൊറ്റ ആക്രമണത്തിലാണ് ഇസ്രായേലി സേന വധിച്ചത്. ഈ ബേക്ക വാലിയിലെ റോഡിലൂടെ അതിവേഗതയിൽ ഈ കാർ സഞ്ചരിക്കുന്നതും ഈ കാറിനെ പിന്തുടർന്നുകൊണ്ട് ഇസ്രായേലിന്റെ ഡ്രോൺ എത്തുന്നതും തുടർന്ന് വലിയ ശബ്ദത്തോടു കൂടി ഈ കാർ പൊട്ടിത്തെറിക്കുന്നതും ആയിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ പുറത്തുവിട്ടിരിക്കുന്നത്. ചില്ലിംഗ് വീഡിയോ പുറത്തുവിട്ടുകൊണ്ടാണ് ഈ കൊല്ലപ്പെട്ട 3 ഭീകരന്മാരുടെ പേരുവിവരങ്ങൾ കൂടി ഇസ്രായേൽ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. വമ്പൻ സ്ഫോടനമാണ് ഈ ആക്രമണത്തിലൂടെ ബേക്ക വാലിയിൽ ഉണ്ടായത് എന്ന വിവരം പോലും ഇപ്പോൾ പുറത്തു വരുന്നു. വളരെ കൃത്യമായൊരു വീഡിയോ തന്നെയാണ്. ആ വീഡിയോ കാണുമ്പോൾ അറിയാം എത്രത്തോളം സൂക്ഷ്മതയോടുകൂടിയാണ് ഇസ്രായേലിന്റെ ഡ്രോൺ ആ കാറിനെ പിന്തുടരുന്നത്. വളരെ വേഗം തന്നെ ഡ്രോണിൽ നിന്നുള്ള ഒരു ആക്രമണം ഈ കാറിന് നേരെ ഉണ്ടാകുന്നു. കാറ് വലിയ ശബ്ദത്തോടുകൂടി പൊട്ടിത്തെറിക്കുന്നു. വലിയ തീഗോളങ്ങൾ ആകാശത്തോട്ടം ഉയരുന്നുണ്ട്. ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 3 പേർ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ഭീകരന്മാരാണ്. ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട പ്രാദേശിക കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന വ്യക്തികളാണ്. ഇത് ഹിസ്ബുള്ളയെ ഞെട്ടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. 2 ദിവസം മുമ്പാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഹിസ്ബുള്ള കമാൻഡറായ അബ്ബാസ് ഹസൻ കാർക്കിയെ ഇസ്രായേലി സേന വധിച്ചത്. അബ്ബാസ് ഹസൻ കാർക്കി ഒളിവിൽ കഴിഞ്ഞിരുന്ന കെട്ടിടത്തിന് നേരെ ഇസ്രായേലിന്റെ മിസൈൽ ആക്രമണം ഉണ്ടാവുകയായിരുന്നു. ലോജിസ്റ്റിക് മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന കാർക്കി ഹിസ്ബുള്ളയ്ക്ക് ആവശ്യമായ ആയുധങ്ങൾ എത്തിക്കുന്നതിലെ പ്രധാനിയായിരുന്നു എന്നുള്ള വിവരവും IDF ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട്. എന്തായാലും ഹിസ്ബുള്ളയ്ക്കെതിരെ അതിരൂക്ഷമായ ആക്രമണം ഇസ്രായേൽ തുടരുന്നതിനിടെ ഇസ്രായേലിന് നേരെ യുദ്ധഭീഷണി മുഴക്കിയിരിക്കുകയാണ് ഹിസ്ബുള്ള തലവൻ നയീം ഖസം. കഴിഞ്ഞ മണിക്കൂറിലാണ് അൽ ജസീറയിലൂടെ ഇത്തരമൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ഇസ്രായേൽ എല്ലാ നിയമങ്ങളെയും ലംഘിക്കുന്നുവെന്നും ഇസ്രായേലിനും ഹിസ്ബുള്ളയ്ക്കും ഇടയിലുള്ള വെടിനിർത്തൽ കരാറിന് നഗ്നമായി ഇസ്രായേൽ ലംഘിക്കുകയാണെന്നുമാണ് നയീം ഖസീം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏത് സാഹചര്യത്തിലും ഹിസ്ബുള്ള ആയുധം താഴെ വയ്ക്കില്ല. ഹിസ്ബുള്ള ആയുധം താഴെ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. സ്വയം പ്രതിരോധത്തിന് വേണ്ടിയാണ് ഹിസ്ബുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുന്നതെന്നാണ് നയീം ഖസീം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനിയും ആക്രമണം തുടരുകയാണെങ്കിൽ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് തയ്യാറാണെന്ന് നയീം ഖസീം വ്യക്തമാക്കുന്നുണ്ട്. വടക്കൻ ഇസ്രായേലിന് നേരെ വീണ്ടും ആക്രമണങ്ങൾ ആരംഭിക്കാനുള്ള നീക്കത്തിലാണ് ഹിസ്ബുള്ള എന്ന് നയീം ഖസീം വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം തെക്കൻ ലെബനനിൽ ഹിസ്ബുള്ളയുടെ പുനരുജ്ജീവനത്തെ പൂർണ്ണമായി ഇല്ലാതാക്കുകയാണ് ഇസ്രായേലി സേന. എവിടെയൊക്കെയാണോ ഹിസ്ബുള്ള പഴയ പ്രതാപത്തിലേക്ക്, പഴയ ശക്തിയിലേക്ക് തിരികെ വരാൻ ശ്രമിക്കുന്നത്, അവിടെയൊക്കെ തന്നെ അടിസ്ഥാന ലെവലിൽ, ഗ്രാസ് റൂട്ട് ലെവലിൽ ഹിസ്ബുള്ളയെ തീർക്കുകയാണ് ഇസ്രായേലി സേന ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ ആക്രമണം നിരന്തരമായി ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ 1 വർഷമായി ഇസ്രായേലിന് ഹിസ്ബുള്ളയ്ക്കും ഇടയിൽ വെടിനിർത്തൽ നിലവിലുണ്ട്. അതേസമയം ഈ വെടിനിർത്തൽ പലപ്പോഴും ഇസ്രായേൽ ലംഘിക്കുന്നു എന്നുള്ള
എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് അന്താരാഷ്ട്ര തലത്തിൽ ഹിസ്ബുള്ള വലിയ വിഷയമായി ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നു. എന്നാൽ അപ്പോഴൊക്കെ തന്നെ ഇസ്രായേൽ പറയുന്ന ന്യായം, ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിക്കാൻ തയ്യാറെടുക്കുമ്പോഴാണ് തങ്ങൾ പ്രതിരോധമായി ആക്രമണം നടത്തുന്നത്. അതായത് ഇസ്രായേലിന് നേരെ വെടിയുതിർക്കാൻ, ഇസ്രായേലിന് നേരെ റോക്കറ്റ് അയക്കാൻ, മിസൈലൊക്കെ അയക്കാൻ വേണ്ടി ഹിസ്ബുള്ള തയ്യാറെടുക്കുന്നു. ഈ ഘട്ടം മനസ്സിലാക്കി ആ മേഖലകളിലേക്കാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത്, അല്ലാതെ വെറുതെയുള്ള ആക്രമണമല്ല എന്ന് ഇസ്രായേൽ നിരന്തരമായി വ്യക്തമാക്കുന്നു. എന്തായാലും കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഏകദേശം 50-60 തവണയാണ് ഇസ്രായേൽ ഹിസ്ബുള്ളക്കെതിരെ ലെബനനിലേക്ക് ആക്രമണം നടത്തിയത്. തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ളയുടെ സാന്നിധ്യം ഇല്ലാതാക്കുമെന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഈ വെടിനിർത്തൽ കരാറിലെ ഒരു നിബന്ധന. ആ നിബന്ധന ലെബനീസ് ഭരണകൂടം പാലിച്ചില്ല എന്നുള്ളതാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. അതുകൊണ്ട് തന്നെയാണ് തങ്ങൾക്ക് ഇത്തരത്തിൽ ആക്രമണം നടത്തേണ്ടി വരുന്നത്. ഇനിയും ലെബനീസ് ഭരണകൂടം, ലെബനീസ് സൈന്യം ഹിസ്ബുള്ളയെ ആ മേഖലയിൽ നിന്ന് പൂർണ്ണമായും തുരത്തിയാൽ തങ്ങൾ ആക്രമിക്കുന്നത് ഒഴിവാക്കാമെന്നാണ് ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ നിലപാട്.